2026 ജനുവരി 30 ബംഗളൂരു നഗരത്തിലെ ഒരു കോർപ്പറേറ്റ് ഓഫീസ്. ഒരു സാമ്പത്തിക സാമ്രാജ്യം തകർന്ന ദിവസം. അന്നാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ CJ റോയ് തന്റെ ജീവിതം അവസാനിപ്പിച്ചത്. ആദ്യമൊക്കെ ലോകം കേട്ടത് ഒരു കഥയായിരുന്നു. ആദായ നികുതി വകുപ്പിന്റെ സമ്മർദ്ദമെന്നും അമിതമായ ചോദ്യം ചെയ്യലെന്നും സിസ്റ്റത്തിന്റെ പീഡനമെന്നും പലരും പറഞ്ഞു. എന്നാൽ പിന്നീട് 9 പേജ് നീളമുള്ള ഒരു ഡയറി പുറത്തുവന്നു. അത് തികച്ചും വ്യത്യസ്തമായ ഒരു സത്യമാണ് വെളിപ്പെടുത്തിയത്. ഇത് ഒരു കുടുംബത്തിന്റെ വേദനയാണ്, ഒരു സിസ്റ്റത്തിന്റെ പരാജയമാണ്. അതോ ഒരു ആസൂത്രിതമായ അന്ത്യമായിരുന്നോ? ഇത് കോൺഫിഡന്റ് ഗ്രൂപ്പ് മിസ്റ്ററിയുടെ കഥയാണ്. ജനുവരി 30, 2026. ആ ദിവസം ഒരു സാധാരണ ദിവസം പോലെയാണ് തുടങ്ങിയത്. എന്നാൽ അത് അവസാനിച്ചത് ഒരു വലിയ ദുരന്തത്തോടെയാണ്. ബംഗളൂരുവിലെ റിച്ച്മണ്ട് സർക്കിളിലുള്ള കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ആസ്ഥാനത്തായിരുന്നു സംഭവം. ഇന്ത്യയൊട്ടുക്ക് വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് സാമ്രാജ്യമായിരുന്നു അത്. ആയിരക്കണക്കിന് നിക്ഷേപകരും ജീവനക്കാരും കോടികളുടെ ആസ്തിയുമുണ്ട്. ഇതെല്ലാം നയിച്ചിരുന്നത് ഡോക്ടർ റോയ് CJ ആയിരുന്നു. എന്നാൽ ആ ദിവസം സംഭവിച്ചത് ആരും പ്രതീക്ഷിക്കാത്തതായിരുന്നു. ഡോക്ടർ റോയ് സ്വന്തം ചേംബറിൽ വെച്ച് സ്വയം വെടിവെച്ച് മരിച്ചു. ഈ വാർത്ത പുറത്തു വന്നപ്പോൾ സംസ്ഥാനം മുഴുവൻ ആഘാതത്തിലായി. കുടുംബാംഗങ്ങൾ എത്തിച്ചേർന്നു. കണ്ണീരും ദുഃഖവും അവിടെ നിറഞ്ഞു. എന്നാൽ ദുഃഖത്തോടൊപ്പം കോപവും ശക്തമായിരുന്നു. ഇത് ആത്മഹത്യയല്ല, സിസ്റ്റത്തിന്റെ കൊലപാതകമാണെന്ന് അവർ പറഞ്ഞു. ആദായ നികുതി വകുപ്പിന്റെ സമ്മർദ്ദമാണ് ഇതിലേക്ക് നയിച്ചതെന്നായിരുന്നു ആരോപണം. മാനസികമായി തളർത്തുകയും പ്രോട്ടോകോൾ ലംഘനം നടത്തുകയും ചെയ്തുവെന്നും അവർ കൂട്ടിച്ചേർത്തു. ഈ വാർത്ത കേരളത്തിലെത്തിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രിക്ക് ഒരു കത്തെഴുതി. ലോക്സഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു. ഈ സംഭവം രാജ്യവ്യാപകമായി വാർത്തയായി മാറി. എല്ലാവരും ഒരേ ചോദ്യം ചോദിച്ചു: IT വകുപ്പ് എന്താണ് ചെയ്തത്? പക്ഷേ ഉത്തരം മറ്റൊരിടത്താണ് ഒളിച്ചിരുന്നത്. കർണാടക സർക്കാർ ഉടൻ തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. ഈ സംഘം റിച്ച്മണ്ട് സർക്കിളിലെ ആസ്ഥാനം മുഴുവൻ തിരഞ്ഞു. അവർ കമ്പ്യൂട്ടറുകളും ഫയലുകളും മറ്റ് രേഖകളും പരിശോധിച്ചു. അപ്പോഴാണ് അവർക്ക് ഒരു ഡയറി ലഭിച്ചത്. ഡോക്ടർ റോയ് CJ എഴുതിയ 9 പേജ് നീളമുള്ള ഒരു ഡയറി. അത് അദ്ദേഹത്തിന്റെ സ്വന്തം കൈപ്പടയിലുള്ള അവസാന വാക്കുകളായിരുന്നു. ആദ്യ പേജിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക്, ഈ ഒരു എക്സ്ട്രീം സ്റ്റെപ്പ് എടുക്കേണ്ടി വരുന്നതിൽ ക്ഷമിക്കണം. ഈ വാക്കുകൾ ശ്രദ്ധിക്കണം. വരുന്നതിൽ എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഇത് ഒരു പെട്ടെന്നുള്ള തീരുമാനമായിരുന്നില്ല. ഇത് ഒരുപാട് ആലോചിച്ചെടുത്തതും ആസൂത്രണം ചെയ്തതുമായ ഒന്നാണ്. എത്ര നാളായി ഇതാരും അറിയില്ല. പക്ഷേ ഇത് ജനുവരി 30 മാത്രം എടുത്ത തീരുമാനമല്ലെന്ന് ഉറപ്പാണ്. 3-ാം പേജിൽ ഇങ്ങനെ പറയുന്നു: വിദേശത്തെ ബിസിനസ് വെഞ്ചറുകളിൽ വലിയ തിരിച്ചടികൾ നേരിട്ടു. വിദേശ നിക്ഷേപങ്ങളെല്ലാം പരാജയപ്പെട്ടു. വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു. കോടികളുടെ കടമുണ്ടായിരുന്നു. നിക്ഷേപകരുടെ സമ്മർദ്ദമുണ്ടായിരുന്നു. കൃത്യമായ കണക്കുകൾ ഇനിയും വെളിപ്പെട്ടിട്ടില്ല. പക്ഷേ ആ ഭാരം അദ്ദേഹത്തിന് താങ്ങാനാവാത്തതായിരുന്നുവെന്ന് ആ ഡയറി വ്യക്തമാക്കുന്നു. 5-ാം പേജിൽ അദ്ദേഹം പഴയ നിക്ഷേപകരെയും ജീവനക്കാരെയും സംരക്ഷിക്കാൻ ആവശ്യപ്പെടുന്നു. അവരാണ് ഈ സ്ഥാപനത്തിന്റെ നട്ടെല്ല് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അവസാന നിമിഷം വരെ അദ്ദേഹം അവരെക്കുറിച്ചാണ് ആലോചിച്ചത്. 7-ാം പേജിൽ കമ്പനിയുടെ ഭാവി നേതൃത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. ആരാണ് അധികാരം ഏറ്റെടുക്കേണ്ടതെന്നും എങ്ങനെ മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം എഴുതി. തന്റെ വിജയമന്ത്രം പോലും അദ്ദേഹം പങ്കുവച്ചിരുന്നു. 9-ാം പേജ് അവസാനിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: ഇതൊരു ബിസിനസ്സുകാരന്റെ അവസാനത്തെ വിൽപ്പത്രമായിരുന്നു. ജനുവരി 30 ഒരു തീയതി മാത്രമായിരുന്നു എന്ന് ഡയറി പറയുന്നു. ഈ തീരുമാനം വളരെ മുമ്പേ എടുത്ത ഒന്നായിരുന്നു. എന്നാൽ കുടുംബം പറഞ്ഞത് മറ്റൊന്നായിരുന്നു. IT ഓഫീസർമാർ അദ്ദേഹത്തെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. ഇത് മാനസിക സമ്മർദ്ദം ചെലുത്തി, അധികമായി പീഡിപ്പിച്ചുവെന്നും അവർ ആരോപിച്ചു. പ്രത്യേക അന്വേഷണ സംഘം തെളിവുകൾ ശേഖരിക്കാൻ ആരംഭിച്ചു. ജനുവരി 30 മുഴുവൻ ദിവസത്തെയും CCTV ദൃശ്യങ്ങൾ അവർ പരിശോധിച്ചു. ഓരോ ഫ്രെയിമും സൂക്ഷ്മമായി പരിശോധിച്ചു. കണ്ടെത്തിയ കാര്യങ്ങൾ ഇവയാണ്: IT ഓഫീസർമാർ ഡോക്ടർ റോയിയെ ദീർഘസമയം ചോദ്യം ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയിട്ടുമില്ല. അമിത സമ്മർദ്ദം ചെലുത്തിയതിന് തെളിവുകളുമില്ല. അന്വേഷണ സംഘം സമയക്രമം വ്യക്തമാക്കാൻ ശ്രമിക്കുന്നു. ഡോക്ടർ റോയ് എപ്പോഴാണ് ചേംബറിൽ പ്രവേശിച്ചത്? എത്ര സമയം അദ്ദേഹം അകത്തുണ്ടായിരുന്നു? ആരെങ്കിലും അകത്തുപോയോ? 2 മൊബൈൽ ഫോണുകൾ ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് അയച്ചു. കോളുകളും മെസ്സേജുകളും ഇമെയിലുകളുമെല്ലാം പരിശോധിക്കുന്നു. പക്ഷേ ഇതുവരെയുള്ള തെളിവുകൾ പറയുന്നത് ആ ദിവസം IT വകുപ്പ് അമിതമായി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്. കുടുംബത്തിന്റെ ആരോപണങ്ങൾ ഇപ്പോൾ ദുർബലമാകുന്നു. ഡയറിയുടെ സത്യം കൂടുതൽ ശക്തമാകുന്നു. എന്നാൽ രാഷ്ട്രീയം വേറെ കളികളാണ് കളിക്കാൻ തുടങ്ങിയത്.
ഒരു മനുഷ്യന്റെ ദുരന്തം 2 സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയമായി മാറി. കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. BJP ഇതിനെ എതിർത്തു. മുതിർന്ന നേതാവ് BS യെദിയൂരപ്പ ഇങ്ങനെ പറഞ്ഞു: ഇത് പ്രത്യേക അന്വേഷണ സംഘമല്ല, സിദ്ധരാമയ്യയുടെ അന്വേഷണ സംഘമാണെന്ന്. എന്തെങ്കിലും മറച്ചുവെക്കാനാണ് ഈ തിടുക്കപ്പെട്ട അന്വേഷണമെന്നും അദ്ദേഹം ആരോപിച്ചു. കോൺഗ്രസ് ഇതിന് മറുപടി നൽകി. നേതാവ് HK പാട്ടീൽ ഇങ്ങനെ പറഞ്ഞു: അന്വേഷണം സ്വതന്ത്രമായി നടക്കുന്നു, തെളിവുകൾ സംസാരിക്കട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ സർക്കാരും പ്രതിപക്ഷവും ഒരേ ശബ്ദത്തിൽ പ്രതികരിച്ചു. ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ലോക്സഭയിൽ അടിയന്തര പ്രമേയം വന്നു. അവരുടെ ആവശ്യങ്ങൾ ഇവയായിരുന്നു: ഒരു സ്വതന്ത്ര അന്വേഷണം വേണം, IT വകുപ്പിനെതിരെ നടപടിയെടുക്കണം, കേന്ദ്രത്തിന്റെ ഇടപെടലുണ്ടാകണം. TV ചാനലുകളിൽ ചർച്ചകളും സംവാദങ്ങളും നടന്നു. എല്ലാവരും പറയുന്നു, എന്നാൽ ആരും കേൾക്കുന്നില്ല. പാർട്ടികൾ അവരുടെ അജണ്ടകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. സത്യം പിന്നിലാകുന്നു. ഒരു മനുഷ്യന്റെ ജീവിതം അവസാനിച്ചു, പക്ഷേ രാഷ്ട്രീയം അതിലെ ജീവിതം തുടരുന്നു. ഇന്നും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ചെയ്യുന്നത് ക്രൈം സീൻ റീക്രിയേഷനാണ്. കമ്പനി MDയെ വീണ്ടും ചോദ്യം ചെയ്യുന്നു. സാമ്പത്തിക രേഖകൾ പരിശോധിക്കുന്നു. ഫോറൻസിക് റിപ്പോർട്ടിനായി കാത്തിരിക്കുന്നു. ഡയറി പറയുന്നത് ഇത് ആസൂത്രിതമായിരുന്നു എന്നാണ്. CCTV ദൃശ്യങ്ങൾ പറയുന്നത് IT കുറ്റക്കാരല്ല എന്ന്. എന്നാൽ രാഷ്ട്രീയം പറയുന്നു സിസ്റ്റം പരാജയപ്പെട്ടു എന്ന്. എന്നാൽ ചില ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരമില്ല. വിദേശ ബിസിനസ്സിൽ കൃത്യമായി എന്താണ് സംഭവിച്ചത്? എത്ര കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചു? എപ്പോഴാണ് അദ്ദേഹം ഈ തീരുമാനമെടുത്തത്? കുടുംബത്തിന് സൂചനകളൊന്നും ഉണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ട് സഹായം തേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല? ഒരു സാമ്പത്തിക സാമ്രാജ്യം പണിതവൻ, ആയിരങ്ങൾക്ക് ജോലി നൽകിയവൻ, സ്വപ്നങ്ങൾ വിറ്റവൻ. പക്ഷേ അവസാനം അദ്ദേഹം ഒറ്റക്കായിരുന്നു. ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ഇതാണ്: സാമ്പത്തിക സമ്മർദ്ദം മാനസിക സമ്മർദ്ദമായി മാറുമ്പോൾ സംസാരിക്കുക, അത് പങ്കുവയ്ക്കുക, സഹായം തേടുക. ഡോക്ടർ CJ റോയ് ഒരു സംരംഭകൻ, ഒരു സ്വപ്നക്കാരൻ, ഒരു നേതാവ്. അദ്ദേഹത്തിന്റെ കഥ അവസാനിച്ചു. എന്നാൽ അദ്ദേഹം ഉയർത്തിയ ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം തേടുന്നു. ഇത് ഒരു ബിസിനസ് പരാജയത്തിന്റെ കഥയല്ല. ഇത് ഒരു സിസ്റ്റത്തിന്റെ പരാജയത്തിന്റെ കഥയുമല്ല. ഇത് ഒരു മനുഷ്യന്റെ കഥയാണ്. വിജയത്തിന്റെ കൊടുമുടിയിൽ നിന്ന് ഒറ്റപ്പെട്ട താഴ്വരയിലേക്ക് വീണ ഒരാളുടെ കഥ. ഡയറിയിലെഴുതിയ വാക്കുകൾ സത്യമാണോ? CCTV കാണിക്കുന്നത് മുഴുവൻ കഥയാണോ? രാഷ്ട്രീയം തേടുന്നത് നീതിയാണോ അതോ വോട്ടുകളാണോ? കോൺഫിഡന്റ് ഗ്രൂപ്പ് മിസ്റ്ററി തുടരുന്നു. ചോദ്യങ്ങളും തുടരുന്നു. സത്യമെവിടെയോ കാത്തിരിക്കുന്നു.